മണ്ണാർക്കാട് ഞൊട്ടമല വളവിൽ വീണ്ടും മാലിന്യം തള്ളിയ നിലയിൽ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. ഞൊട്ടമല വളവിന്റെ ഇരുവശത്തും മാലിന്യം തള്ളിയതിനാൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മാലിന്യത്തിന് പുറമെ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പൊന്തക്കാടും ഭീഷണിയായിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ക്ലബ്ബുകളും ചേർന്ന് ഇതിനു മുമ്പ് മാലിന്യം സംസ്കരിക്കുകയും ചെയ്തതാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്ന ബോർഡും സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ താഴെ ഈ മേഖല CCTV നിരീക്ഷണത്തിലാണെന്നും എഴുതിയിട്ടുണ്ട്. ക്യാമറകൾ ബോർഡിൽ പതിഞ്ഞതല്ലാതെ സ്ഥാപിക്കില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ചുരത്തിന്റെ രണ്ടാം വളവിൽ സൂചക ബോർഡിനെ പോലും മറയ്ക്കും വിധമാണ് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരം ബോർഡുകളും അപകടത്തെ ക്ഷണിച്ചു വരുത്തുമെന്നതിൽ യാതൊരുവിധം സംശയവും വേണ്ട. ഇങ്ങനെയുള്ള സാഹചര്യം കണക്കിലെടുത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. MCV ന്യൂസ്, മണ്ണാർക്കാട്. കേരളപ്പിറവിയുടെ 60ാം വാർഷികവും കരിമ്പുഴ CPM ലോക്കൽ കമ്മിറ്റിയുടെ കുടുംബസംഗമവും നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പാവടി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച ശേഷം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പിറവി കേരള സംസ്ഥാന പ്രഖ്യാപനം നടന്നതിന്റെ 60ാം വാർഷികം ഈ നമ്പർ 7 നാം ഇന്ന് ആഘോഷിക്കുന്നുവെന്ന് പാവടി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളം അറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കേരളത്തിലുള്ള സാധാരണക്കാരുടെ ജീവിത നിലവാരം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയും. കേരളമാണ് ആ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് കേരളം മാറിയത് എന്നുള്ളത് മോഹൻ മാസ്റ്റർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ശങ്കർ, ഏരിയ സെക്രട്ടറി ഹരിദാസൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. MCV ന്യൂസ്, കരിമ്പുഴ. കുമരമ്പത്തൂർ പഞ്ചായത്ത് കേരളോത്സവം 2016 സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ ഉൾപ്പെട്ട എല്ലാ കായിക താരങ്ങളുടെയും കലാകായികക്ഷമത വളർത്തിയെടുക്കാനും ഇത്തരം വേദികൾ അവസരം ഉപകാരപ്രദമാവുമെന്നും കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി പറഞ്ഞു. അവരുടെ കലാകായിക രംഗത്തുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് കേരളോത്സവം. യുവാക്കൾക്ക്, പ്രത്യേകിച്ചും സ്കൂൾ പഠനമൊക്കെ നിർത്തിയ സ്കൂളിലാണെങ്കിൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലുമൊക്കെ ഇത്തരം അവസരം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്തരം അവസരം ലഭിക്കാതെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള യുവതീ യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ, അവരുടെ വാസനകൾ, അവരുടെ സർഗാത്മക ഒന്ന് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് കേരളോത്സവം. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ, കബഡി, ബാസ്കറ്റ്ബോൾ എന്നിങ്ങനെ വിവിധ ഇനം കളിയരങ്ങുകളും നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. ദയാനന്ദൻ, അനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജൻ അമ്പാടത്ത്, മുജീബ് മലിയിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. MCV ന്യൂസ്, കുമരമ്പത്തൂർ. മണ്ണാർക്കാട് മേഖലകളിൽ വേണം ആനപ്പേടിക്കും ഒരു പരിഹാരം. കർഷകരുടെയും പ്രദേശവാസികളുടെയും സൂര്യജീവിതത്തിന് വിലങ്ങുതടി തീർത്ത് കാട്ടാനകൾ വിഹരിക്കുന്നു. മണ്ണാർക്കാട് വനമേഖലകളിൽ നിന്നും കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ജീവനും കിടപ്പാടവും കൃഷിയും എങ്ങനെ സംരക്ഷിക്കുമെന്നറിയാതെ അമ്പരപ്പോടെ നിൽക്കുകയാണ് പ്രദേശത്തെ ആയിരക്കണക്കിന് വരുന്ന കർഷക കുടുംബം. മണ്ണാർക്കാട്, അട്ടപ്പാടി, കരടിക്കോട്, എടത്തനാട്ടുകര ഉൾപ്പെടെ ജില്ലയുടെ പല ഭാഗങ്ങളും ഇന്ന് ആനപ്പേടിയിൽ നടുങ്ങുകയാണ്. മണ്ണാർക്കാട് വനം ഡിവിഷന്റെ പരിധിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞത് 21 പേരാണ്. കഴിഞ്ഞ 4 മാസത്തിനു മുമ്പാണ് ആനമൂളിയിൽ വീട്ടമ്മയായ ശോഭന ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. അടിക്കടിയുള്ള കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് വനപാലകർക്ക് ശാസ്ത്രീയമായി പഠിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് ഇതിന്റെ ഉള്ളിലെ മറ്റൊരു സത്യമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓരോ പ്രദേശത്തും വന്യജീവികൾ കടന്നു വരാൻ പ്രത്യേക സാഹചര്യമാണ് ഉള്ളതെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആൾതാമസവും കൃഷിയും കാട് കയറുന്നതാണ് മറ്റൊരു കാരണം. വനത്തിനുള്ളിലെ മഴക്കുറവ് മൂലം വനത്തിൽ വെള്ളവും തീറ്റയും കുറയുന്നതും ആനകളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. നാട്ടിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾക്ക് ഇഷ്ടമുള്ള തീറ്റ ലഭിക്കുന്നതും ഇതിനെ മറ്റൊരു പ്രേരണയും ആകുന്നു. നാട്ടിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾക്ക് ഇഷ്ടമുള്ള തീറ്റ ലഭിക്കുന്നതും ആനകൾക്ക് പ്രേരണയാകുന്നു. ഇതൊഴിവാക്കാൻ ആനകൾക്ക് പ്രിയമല്ലാത്ത വിളകൾ വനമേഖലയോട് ചേർന്ന് കൃഷി ചെയ്യാൻ കാർഷികരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊരു പോംവഴി. ആനക്കൂട്ടങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന സഞ്ചാര വഴികൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് മറ്റൊരു പോംവഴി. ആനക്കൂട്ടത്തെ തടയാൻ മതിലും സൗരോർജ്ജ വേലിയും നിർമ്മിക്കുന്നതും ഫലപ്രദമാണ്. പെട്ടെന്നുള്ള മതിൽ നിർമ്മാണത്തിന് ഭാരിച്ച ചെലവ് വരുന്നതിനാൽ എളുപ്പമാർഗം സൗരോർജ്ജ വേലികൾ തന്നെയാണ്. എന്നാൽ അത് സ്ഥാപിക്കുന്നതല്ലാതെ പരിപാലിക്കാൻ ആരുമില്ല. മണ്ണാർക്കാട്, അട്ടപ്പാടി, കരടിക്കോട്, എടത്തനാട്ടുകര മേഖലകളിൽ
പ്രത്യേക നിരീക്ഷണവും നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. എംസിവി ന്യൂസ്, തെങ്കര.